ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുക. ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഇതെന്തി കേൾക്കണേ, ഇത് ശരിയാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ എന്താ വിശ്വസിച്ചത്? ഇതെനിക്കുണ്ടായ വലിയ ഒരു പ്രയാസം. ദൈവമേ, ഇതൊക്കെയാണ് ശരിയെങ്കിൽ ഇത്രയും നാൾ നമ്മൾ എന്താ വിശ്വസിച്ചത്? വിഷമിക്കണ്ട, ദൈവം നമ്മളെ ഇങ്ങനെ ജ്ഞാനത്തിലൂടെ വളർത്തുകയാണ്. ഈ ഒരു ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ പ്രധാന ഒരു കാര്യം ഇതാണ്. ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് 4 മണി മുതൽ 7 മണി വരെ എൻ്റെ പ്രാർത്ഥന. അതിലെ പ്രധാന പ്രാർത്ഥന ജ്ഞാനം നൽകണേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കും. എന്നാൽ ആ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നതും അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവേ, ജ്ഞാനമേ, എൻ്റെ ബുദ്ധിയിൽ ബോധ്യമെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിൽ ദൈവികമായ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ തരണേ. അങ്ങനെയാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരണം. ഇപ്പം ഈ ആദത്തെയും ഹവ്വയെയും കുറിച്ചും അവരെ ദൈവം കൂടുതൽ തിന്മയിൽ വീഴാതെ, അവരുടെ ആത്മാവ് നശിക്കാതെ, അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ച് അമർത്യരാകാതെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവാണത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് ഞാൻ പറഞ്ഞത്. ഈ ഒരു രഹസ്യത്തിൽ പൂർണ്ണമായി നമ്മളങ്ങ് വിശ്വസിക്കുമ്പോൾ നമ്മളിൽ കരുണയുടെ കവാടം തുറക്കുകയാണ്. ഇവിടെയാണ് കരുണ തുറന്നത്. ദൈവം കരുണയാണ് എന്നത് ഏറ്റവും ആദ്യം അനുഭവിച്ചത് ആദവും ഹവ്വയാണ്. അത് നമ്മൾ മനസ്സിലാകുമ്പോഴാണ്, ഇപ്പൊ നമ്മൾ കേട്ടു, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഒന്നുകൂടി എല്ലാവരും ഒന്ന് പാടിയത്. എല്ലാവരും പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമേ. ഇത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കണതാണോ ഇല്ലയോ? ഓരോ ശവസംസ്കാര ശുശ്രൂഷയിലും ഈ പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. മരിച്ചവർക്ക് വലിയ ഒഫീസിൽ ഇത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് നാൾ മുമ്പാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. എന്താണ് ആദത്തിനും ഹവ്വയ്ക്കും പുനരധിവാസം എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇത് സഭാപ്രബോധനങ്ങളിൽ ബേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ വളരെ എളുപ്പം. ഓ, ദാറ്റ് ഈസ് ദ ടീച്ചിങ്. അത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഒരു മനോഹരമായ ഒരു ഐക്കൺ ഉണ്ട് അവിടെ. ഇവിടെ അത് കാണേണ്ടതാണ്. ഇവിടുത്തെ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ, പല ഈസ്റ്റേൺ ചർച്ചുകളുടെയും ഗ്ലാസ് പെയിൻറ്റിങ്ങുകളിൽ ഉണ്ടാവുന്ന ഒരു ഐക്കണാണ് ഈ കർത്താവ് ചവിട്ടി താഴോട്ട് ചെന്ന് പാതാളത്തിലിറങ്ങി ആദത്തെയും ഹവ്വയെയും ഇങ്ങനെ പൊക്കിയെടുക്കണ ഒരു ഭാഗം സ്വർഗത്തിലേക്ക്. ഐക്കൺ നിങ്ങൾക്ക് കാണണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും വിശ്വാസത്തിൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടാവുന്നത്. ഉത്ഭവഭാവത്തിൻ്റെ വക്താക്കളായ ആദവും ഹവ്വയും ഇപ്പോൾ സ്വർഗത്തിലാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവേ സഹായിക്കണേ. അത് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ
വിശ്വാസം എന്ന ആ ദാനത്തിൻ്റെ പെട്ടി നമ്മളിൽ തുറന്നു കഴിയുമ്പോൾ നമുക്കത് വിശ്വാസമാവും. അത് വിശ്വാസമായി കഴിയുമ്പോഴാണ് ഉത്ഭവഭാവത്തിൻ്റെ ആ അവസ്ഥാവിശേഷത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കണം. ഉത്ഭവഭാവം എന്നത് വലിയ ഒരു മിസ്റ്ററിയാണെന്നാണ് ഈ പ്രബോധനത്തിൽ പറയുന്നത്. അത് വലിയൊരു രഹസ്യമാണ്. അത് എളുപ്പം മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അല്പമൊന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാം. കാരണം നമ്മൾ ഈ പറയുന്ന മാതിരി അല്ല നമ്മുടെ പാപത്തെക്കുറിച്ചോ നമ്മുടെ വീട്ടുകാരുടെ പാപത്തെക്കുറിച്ചോ നമ്മുടെ മക്കളുടെ പാപത്തെക്കുറിച്ചോ എല്ലാം നമുക്ക് ഭയങ്കര ആകുലതയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആകുലത നമ്മുടെ മക്കൾ ഈ സമൂഹത്തിൽ ജീവിച്ച് നമ്മൾക്ക് ഈ സമൂഹത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാകാതിരിക്കാം. ഇപ്പം നമ്മളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല, എങ്കിലും നമുക്കൊരു ആകുലതയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈ ആകുലതയുടെ കാരണം നമ്മൾ ഈ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഉള്ള സത്യാവസ്ഥ മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമ്മളെന്തോ കാരണവശാൽ പാപമാണ് കൃപയേക്കാൾ എന്തോ വലുതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വിശുദ്ധ വിയാനി പുണ്യവാളൻ അതുപോലെ തന്നെയുള്ള പല വിശുദ്ധരും എല്ലാവർക്കും പറയാനുള്ളത് ഇതാണ്: കൃപ എന്താണ്? കൃപ ഒന്നുകൂടി പറഞ്ഞേ. കൃപ എന്താണ്? കൃപ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒരു സമാധാനമാണ്. എന്താണ് കൃപ? ദൈവീകത. ഒന്ന് വലതുകരം ഉയർത്തി. വലതുകരം ദൈവീക ജീവനാണ്, മാനുഷിക ജീവനാണ് ഇടതുകരം. ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. ഇവിടല്ലേ അങ്ങനെ ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മാനുഷികതയെ ദൈവീകത എന്താക്കുന്നു? ദൈവീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് ഈ കൂദാശകളിൽ മുഴുവനും നടക്കുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്നു, കുഞ്ഞ് മാനുഷികതയാണ്. ഈ പ്രാരംഭ കൂദാശ അല്ലെങ്കിൽ ആഗമന കൂദാശ അല്ലെങ്കിൽ ഇനിഷ്യേഷനിലൂടെ മാമോദീസായിലൂടെ കുഞ്ഞിലേക്ക് ദൈവത്തിൻ്റെ ത്രിത്വിക ദൈവത്തിൻ്റെ കൃപാവരം വന്നപ്പോൾ ഈ കുഞ്ഞ് ആരായി മാറി? ദൈവ കുഞ്ഞായിട്ട് മാറി. ആ കുഞ്ഞിലെ സകല പാപങ്ങളും ദൈവം മാറ്റി അവനെ നീതീകരിച്ചു. അവൻ അപ്പം നിർമ്മലനായ ഒരു ശിശുവായി മാറി. ഡു യു ബിലീവ് ദിസ്? ഡു യു ബിലീവ് ദിസ്? ഡു യു ബിലീവ് ദിസ്? ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര ഒരു അഭിഷേകം കിട്ടും. ഒരിക്കലും ഒരാൾ വളരെ വളർന്ന ഒരാൾ എൻ്റെ അടുത്തുകൊണ്ട് ബ്രദർ ഒരു കൗൺസിലിംഗ് തരണം. എനിക്ക് കൗൺസിലിംഗ് കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഇന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തോ സഹനം ഉണ്ടായിട്ടുണ്ട്, അത് ഈശോയ്ക്ക് സമർപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ബ്രദർ ഒന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നേക്കാൾ ഉച്ചത്തിൽ ഇയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇയാൾ പ്രാർത്ഥിക്കണതാണ്: കർത്താവേ എൻ്റെ പൂർവികരുടെ സകല പാപങ്ങളുടെയും ബന്ധനങ്ങളിൽ തന്നെ അഴിക്കണേ എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര ഭയന്ന് വിറച്ച്, എൻ്റെ പാപ്പൻ അങ്ങനെ ചെയ്ത്, എൻ്റെ പാപ്പൻ ഇങ്ങനെ ചെയ്ത്, അതിനകത്തല്ല. അപ്പം ഞാൻ പ്രാർത്ഥന നിർത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു: അതെ സാറ് മാമോദീസ സ്വീകരിച്ച ആളാണോ? പിന്നെ അല്ലാണ്ട് ഞാൻ അപ്പം എന്താ ഈ മാമോദീസയിൽ സംഭവിച്ചത്? അതിപ്പോൾ നമ്മൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് മാമോദീസ സ്വീകരിച്ചു. കണ്ടോ, മാമോദീസായിൽ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ഉത്ഭവഭാവവും കർമ്മഭാവവും സകലതും മുറിച്ചു മാറ്റി നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി. ഞാനിത് പറയണത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യ ആൾക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ കുമ്പസാരിക്കേണ്ട ഒരു പാപം. ഇനി ഞാൻ പറയണത് ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുമ്പസാരിക്കേണ്ടത്. നമ്മളെ കർത്താവ് മിശിഹ പൂർണ്ണമായിട്ട് മോചിപ്പിച്ചു എങ്കിലും അത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് പാപം. അതാണ് ഈശോ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു വരുമ്പോൾ നിങ്ങൾ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടും, എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. എന്താണ് യഥാർത്ഥ പാപം? യേശുക്രിസ്തു തൻ്റെ ജീവരക്തം നൽകി നമ്മളെ സകല പാപത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞിട്ടും
അത് വിശ്വസിക്കാൻ പറ്റാതെ നമ്മളിപ്പോഴും 10 കൽപ്പന പാലിച്ചാലേ നമ്മൾ വിശദീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു പരിസയ മനോഭാവത്തെ പിടിച്ചു നിൽക്കുന്നു. അത് കരുണയ്ക്ക് എതിരാണ്. അപ്പോൾ കരുണ ഒഴുകില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കരുണ നമ്മളിൽ വന്നു, പക്ഷെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. കരുണാസമ്പന്നനായ കർത്താവ് നമ്മളെ സകലതും മോചിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? വീണ്ടും ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബ്രദറെ. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്ത്യാനി ആയി എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമ്മളെ വെറുതെ അങ്ങ് സ്വന്തമാക്കുകയല്ല ചെയ്തത്, തൻ്റെ ജീവൻ്റെ വില കൊടുത്തിട്ടാണ് സ്വന്തമാക്കിയത്. തൻ്റെ ജീവൻ നമ്മുടെ പാപത്തിന് മോചനദ്രവ്യമായി കൊടുത്തിട്ടാണ് സ്വന്തമാക്കിയത്. അതാണ് കരുണ. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇച്ചിരി നേരത്തേക്ക് ഇയാൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചിട്ട് ഇയാള് കുറച്ചു നേരം എടുത്തിട്ട് പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്ന് വിശ്വസിച്ചു? ഇതെല്ലാം വിശ്വസിക്കുന്നു. അതോടുകൂടി ഇയാൾ പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ അകത്ത് വലിയൊരു സന്തോഷം. അതാണ് രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണേ എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം. കർത്താവേ, അങ്ങയുടെ രക്ഷയുടെ ഇതാണ് രക്ഷയുടെ സന്തോഷം. നമ്മൾ സന്തോഷമൊന്നും പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടിയാലൊന്നും സന്തോഷമാവുന്നില്ല. ചിലർ പാട്ടൊക്കെ പാടുന്നിടത്ത് മിണ്ടായിരിക്കണ കാണാം. നമ്മൾ അവരോട് നിങ്ങൾ കൈപൊക്കി പാട്, നീ ചൂട് ചാടുന്നൊക്കെ പറഞ്ഞ് ചാടിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ചാടറുണ്ട്. പക്ഷെ അത് കണ്ടു പറയാം, എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞതല്ലെന്ന് ചോദിച്ചു ചാടാൻ. പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ നിങ്ങളോട് ചാടാനൊന്നും പറയുന്നില്ല. സന്തോഷം ഉണ്ടാകുമ്പോൾ താനേ നിങ്ങൾ ചാടും. മനസ്സിലാവുന്നുണ്ടോ? സന്തോഷം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു ഫുട്ബോൾ അടിച്ചു, ഗോൾ അടിച്ചു, അപ്പോൾ വേറെ ഒരാൾക്കാർ ചാടണില്ല. എന്തുകൊണ്ട്? അയാൾ എതിർ പാർട്ടിയാണ്. അയാൾക്കൊരു സന്തോഷമില്ല. എന്തുകൊണ്ടാണ്? അയാൾ എതിർ പാർട്ടിയാണ്. നമുക്ക് ഗോൾ അടിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറ്റണില്ല. എന്തുകൊണ്ട്? നമ്മൾ ജയിച്ചു. അതാണ് സന്തോഷം. അതെങ്ങനെ കിട്ടണേ? രക്ഷയുടെ സന്തോഷമാണ്. കർത്താവ് ഈശോ മിശിഹ ഇതെല്ലാം നമ്മൾക്ക് നൽകി എന്നുള്ള വിശ്വാസത്തിലൂടെയാണ് ഈ സന്തോഷം വരുന്നത്. മറിച്ച് ശരിയാണോ അത്? ഈ തോമസ് പോൾ ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ. മറ്റേ അച്ഛന്മാരിങ്ങനെ പറയണു, ആ അച്ഛൻ പറയണു, ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഇപ്പം ആര് പറഞ്ഞത് വിശ്വസിക്കണം? ഇപ്പം നിങ്ങൾക്ക് ഇതല്ലേ അവസ്ഥ? അങ്ങനെ ഇരുന്നു. അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെയൊക്കെ ഒരവസ്ഥ. ഇതാണ് തോമസ് പോൾ ഇങ്ങനെ പറയണം. ഇപ്പം എല്ലാവരുടെ അവസ്ഥ അതാണ്. ആകെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാറ്റഗിസം പഠിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് എൻ്റെ നമ്പർ തരാം. എന്നോട് രഹസ്യമായിട്ടൊക്കെ സംസാരിക്കാം. ഞാൻ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാം. എൻ്റെ ടീമിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ഈ തോമസ് പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയണം, ഇപ്പം അവർ പറയണത് എന്താണെന്നറിയാം? പോപ്പ് പറയണത് കേൾക്ക്. പോപ്പ് എന്താ പറയണേ? ഇപ്പോൾ പോപ്പ് എന്താ പറയണേ? അങ്ങനെയൊക്കെ പറയില്ലട്ടോ വെറുതെ ഇതൊക്കെ. അപ്പോൾ പോപ്പ് എന്താ പറയണേ? പോപ്പിൻ്റെയിലൂടെ നൽകുന്ന കരുണയുടെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് നമുക്ക് ജ്ഞാനം വേണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. അപ്പോൾ ഇനിയൊരു ഹോംവർക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ എല്ലാ ധ്യാനത്തിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വെളുപ്പിന് 4 മണിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ ആത്മാവ് ഉണർത്താം. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? നാളെ 4 മണിക്ക് അത് മാറ്റിയല്ലോ. ബാറ്ററി മാറ്റിയില്ലേ? മാറ്റി. നിങ്ങളുടെ ആത്മാവും എൻ്റെ ആത്മാവുമായിട്ട് ഇപ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാൽ നാളെ 4 മണിക്ക് ഞാൻ എണീക്കണ നേരത്ത് നിങ്ങൾ എണീക്കും.
വേണോ? ആദ്യം നമുക്ക് ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ? നാളെ ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ്. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു രഹസ്യം ഇതാണ്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടെത്താം. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽക്കുന്നു. ആര്? ജ്ഞാനം. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ജ്ഞാനം 6:14 പറയുന്നത് ഇതാണ്: പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി കുറെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ എന്ത് തീരുമാനിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെല്ലാം കൃത്യമായ ഒരു ഉത്തരം കിട്ടും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതിനാണ് നമുക്ക് ജ്ഞാനസ്നാനം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടി വെളുപ്പിന് പ്രാർത്ഥിക്കണം. നഴ്സുമാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് പിന്നെ എളുപ്പമാണ്. അത് 4 മണിയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 12 മണി മുതലേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ശരി, സമയം നീട്ടുന്നില്ല. എത്ര പേര് നാളെ രാവിലെ 4 മണിക്ക് എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എത്ര പേർക്ക് ഞാൻ നിങ്ങളെ ഉണർത്തണമെന്ന് തോന്നുന്നുണ്ടോ? അവരൊന്ന് കരമുയർത്തുക. ഫുള്ളായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കുക, ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുക. കർത്താവേ, നാളെ 4 മണിക്ക് എന്നെ ഉയർത്തി കൈപൊക്കി പിടിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ആത്മാവും എൻ്റെ ആത്മാവുമായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു കവനന്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു അലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ആർ യു റെഡി? റെഡി? നിങ്ങളിപ്പോൾ മനസ്സ് തരികയാണ് നിങ്ങളുടെ ആത്മാവും എൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റ് ആക്കാൻ. മനസ്സ് തരുന്നുണ്ടോ? തരുന്നോ? തരുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിനെ നാളെ രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഉണർത്തുന്നതിനായി ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ. ജ്ഞാനത്തിന് വേണ്ടി നാളെ വെളുപ്പിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ചിലപ്പോൾ 3:30 മുതലൊക്കെ വിളിക്കാൻ തുടങ്ങും കേട്ടോ. 3:50 എൻ്റെ ശരിക്കുള്ള എണീക്കണ സമയം. ഞാൻ 3:50 എണീറ്റ് ഞാൻ പ്രാർത്ഥിച്ച് ഓരോരുത്തരെ ഉണർത്തും. അപ്പോൾ 4 മണിയാകുമ്പോഴേക്കും ഒരുപാട് പേര് ഉണരും. നിങ്ങൾ ആരോ നിങ്ങളെ ഉണർത്തണമായി തോന്നും. ഉണർന്നാൽ നിങ്ങൾ ഉടനെ ബൈബിള് തുറന്ന് വായിക്കാൻ നല്ലത്, അല്ലെങ്കിൽ വീണ്ടും പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7, 8, 9 ഈ 4 അധ്യായങ്ങൾ കുറച്ച് ഇങ്ങനെ വായിച്ചിട്ട് പ്രാർത്ഥിക്കുക. ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ആ ജ്ഞാനം എനിക്ക് നൽകണേ. ഇപ്പം ജ്ഞാനം എല്ലാം ക്രമീകരിക്കുന്നു. ആ ജ്ഞാനം എനിക്ക് നൽകണേ. ജ്ഞാനം അക്ഷയനിധിയാണ്. ആ ജ്ഞാനം എനിക്ക് നൽകണേ. ഇങ്ങനെ അതിനകത്ത് ഓരോ സെൻറ്റൻസ് എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്തോ വലിയ ഒരു പ്രകാശം അനുഭവമാകും. മാത്രമല്ല, ആ ദിവസം നിങ്ങളുടെ വീട്ടുകാര്യമായാലും എല്ലാം ആരോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമായി തോന്നും. നമ്മളല്ല, വേറെ ആരോ നിങ്ങളെ എല്ലാം ചെയ്യാൻ സഹായിക്കണം. ആരാണത്? ജ്ഞാനമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹോംവർക്ക്. അപ്പോൾ ഈ ഹോംവർക്കിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ട് നമ്മുടെ വീട്ടുകാര്യം നടക്കാൻ വേണ്ടി അല്ല ഇത് പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവിക രഹസ്യങ്ങൾ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകണം എങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ കരുണയുടെ, അപ്പോൾ യഥാർത്ഥമായ ആ കരുണയുടെ ആരംഭം നമ്മളിപ്പോൾ മനസ്സിലാക്കി. അവിടെ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെ പറുദീസായിൽ നിന്നും പുറത്താക്കി എന്നുള്ള വാക്ക് നമുക്ക്, ഇതാണ് വാക്കുകളുടെ കുറവുകൊണ്ടാണ് ആ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. അവിടെ എനിക്ക് എൻ്റെ ഉള്ളിൽ കാണുന്ന ഒരവസ്ഥ, പിതാവ് ഇവരോടുള്ള വാത്സല്യം തുളുമ്പുന്നൊരവസ്ഥയായിരുന്നു. ദൈവപിതാവ് ഇവരോടുള്ള വാത്സല്യം തുളുമ്പിയിട്ട് പറഞ്ഞു കാണും, എൻ്റെ പൊന്നു മക്കളെ, എനിക്കറിയായിരുന്നട്ടാ നീ ഇങ്ങനെ ചെയ്യുമെന്ന്. നിന്നെ മണ്ണിന് ഉണ്ടാക്കിക്കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അത് കാരണം
നേരത്തെ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. നീ ഇപ്പം പോയിക്കോ, നീ ഇവിടുന്ന് പോയിക്കോ. നീ ഇവിടെ നിന്നാലേ കൂടുതൽ തിന്മ ചെയ്തു പോകും. പിന്നെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോൻ പൊയ്ച്ചോടെ കൂട്ടാ, നീ പൊയ്ച്ചോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും. വാത്സല്യം തുളുമ്പുന്ന നിങ്ങളുടെ ഭാഷ നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. വാത്സല്യം, അതാണ് സങ്കീർത്തനത്തിൽ 18-ാം അധ്യായത്തിൽ 35 അവിടുത്തെ വാത്സല്യം അവനെ വലിയവനാക്കി. ആ ദൈവത്തിൻ്റെ വാത്സല്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് കെരൂബുകളെ കൊണ്ട് ഈ ജീവന്റെ വൃക്ഷത്തിനെ കാവൽ വെച്ചു. എന്തിനാണ് കെരൂബുകളെ കൊണ്ട് കാവൽ വെച്ചതും? ഇവരോ ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് കയറാനോ, അല്ലെങ്കിൽ ഇവരുടെ മക്കളോ കുഞ്ഞുമക്കളോ ഇവരുടെ തലമുറയിൽ ആരെങ്കിലും യേശുവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ ജീവന്റെ വൃക്ഷത്തിൻ്റെ അടുത്ത് വരാൻ പാടില്ല. അത് ഒരു 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 വിശുദ്ധമായ പ്രൊട്ടക്ഷനാണ്. അതായത് അവര് അങ്ങനത്തെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിന്മയിൽ വീഴാൻ ദൈവം അനുവദിക്കില്ല. അതാണ്, ദൈവം അനുവദിക്കുന്നില്ല. ദൈവം തന്നെ സംരക്ഷണം നൽകുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ പെട്ടെന്ന് ആ ഉത്ഭവഭാവത്തിൻ്റെ ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കിയാണ്. 412ാമത്തെ പ്രബോധനമാണ്, 412 CCCയിൽ. എന്തുകൊണ്ടാണ് ആദിമ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്നും ദൈവം തടയാതിരുന്നത്? ഇതൊക്കെ നമ്മളോട് പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ ഈ ആദത്തിൻ്റെയും ഹവ്വയുടെയും കാര്യം യൂത്ത് റിട്രീറ്റിൽ അവസാനം പറയാറുള്ളൂ സാധാരണ. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ ഈ കരുണയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. കരുണയെക്കുറിച്ച് ഇങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, കൈപൊക്കി. ഇപ്പോൾ നമ്മൾ ഉത്തരം പറയണമല്ലേ, ചോദിക്കണം. കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരോട് ഉടനെ ചോദിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവരോടനെ എഴുന്നേറ്റ് പോയിന്ന് വരും. ചോദിച്ചോളാൻ പറഞ്ഞു. ആ കൊച്ചു ചോദിക്കുകയാണ്, ബ്രദറിലെ ഈ ദൈവം ഇത്രയും കരുണയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ആദത്തിനെയും ഹവ്വയെയും അവിടുന്ന് പുറത്താക്കിയത്? ചേടാ, എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ തോന്നി ആ കൊച്ചിന്. അവളൊരു 12 വയസ്സായിട്ട് അവൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൗ കുഡ് ഷി ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ? ഇത് നമ്മൾ അഭിമാനത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കരുണയെക്കുറിച്ച് ബ്രദറങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആദത്തിനെയും ഹവ്വയെയും ദൈവം അങ്ങനെ പുറത്താക്കിയത്? ഇപ്പൊ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല, ഇല്ലേ? അങ്ങനെയാണ് ഈ ടോക്ക് പോകുന്നത്. ആ കൊച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ചോദിക്കാൻ നാണമായിട്ട് ചോദിക്കുന്നില്ല. ഇത്ര വ്യത്യാസം ശരിയാണോ അല്ലയോ? ആ കൊച്ച് അവൾ ആ സിംപ്ലിസിറ്റി കൊണ്ട് ചോദിച്ചു. അവര് വേറെ ആരെന്ത് ചിന്തിച്ചു എന്നൊന്നും ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർക്ക് നമ്മളീ പറയണ പേടിപ്പിക്കുന്ന ദൈവത്തെ അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ അകത്ത് നമ്മളെക്കാൾ വലിയ പ്രബോധനം ഉണ്ട് ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. നമ്മളിതും പറഞ്ഞുകൊണ്ട് ചെന്നാലുണ്ടല്ലോ അവരിങ്ങോട്ടടിക്കും. അവർ പറയണം, മമ്മി എന്തീ പറയണത്? ദൈവം സ്നേഹമാണെന്നാണ് ഞങ്ങൾ ഗൂഗിളിലൊക്കെ കേട്ടേക്കണത്. ഇപ്പൊ എല്ലാത്തിനും എന്ത് നോക്കിയാൽ മതി? ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗോഡ്? ഗൂഗിൾ അടിച്ച് നോക്കിയാൽ ഉടനെ കിട്ടും. പോപ്പ് ഫ്രാൻസിസ്, നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി. ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് പഠിക്കണം? അവർ പറയും നെയിം ഓഫ് ഗോഡ് ഈസ് മെഴ്സി. ഇപ്പൊ മമ്മി പറയണതോ അപ്പ പറയണതോ ഗൂഗിൾ പറയണതാണ് ഇന്നത്തെ സിദ്ധാന്തം. മമ്മി, യു ഡോണ്ട് നോ. പപ്പ, യു ഡോണ്ട് നോ. ഐ വിൽ ടെൽ യു. മനസ്സിലായ കാലഘട്ടം. അതുകൊണ്ട് നിങ്ങൾ ഈ പഴഞ്ചൻ വിശ്വാസം കൊണ്ടിരുന്നാലൊന്നും ഈ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റില്ല, ഓരോരുത്തരും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് വേണം? സത്യം അറിയണം. ആ സത്യം അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, ഇങ്ങനെയുള്ള ചർച്ച ഉണ്ടാകണം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ആർക്ക് വേണമെങ്കിലും യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്.
നമ്മളെ സംശയങ്ങൾ മാറണം. കുട്ടികളോടും പറയണം, നിങ്ങൾ ചോദിക്കൂ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അപ്പോൾ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റാണ്ടാവുമ്പോഴാണ് ഈ പുസ്തകമൊക്കെ നമ്മൾ വായിച്ച് പഠിക്കണം. ഓക്കെ, ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവം ഏദേൻ തോട്ടത്തിൽ ആദത്തെ തിന്മ ചെയ്തതിൽ നിന്നും തടയാതിരുന്നത്? മഹാനായ ലിയോ മറുപടി പറയുന്നു, പിശാചിന്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങൾ ക്രിസ്തുവിൻ്റെ അവാച്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് എഴുതി, ആദിമ പാപത്തിന് ശേഷവും മനുഷ്യ പ്രകൃതി മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രകൃതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നുമില്ല. മനസ്സിലായോ? ആദിമ പാപത്തിന് ശേഷവും മനുഷ്യപ്രകൃതിക്ക് നന്മ മഹത്തരമായ ഔന്നത്യത്തിലേക്ക് ഉയരുന്നതിന് തടസ്സമില്ല. ഉദാഹരണത്തിന് നോഹ, അബ്രാഹം, ഇവരൊക്കെ ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? പക്ഷെ അവരുടെ മനുഷ്യപ്രകൃതി ദൈവം ഉയർത്തി. ശ്രദ്ധിക്കണം, ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും ഇത് കൈവീശി കാണിച്ച് ചായ എല്ലാം കുടിച്ച് ഫ്രഷാണ് ഇല്ലേ? ശ്രദ്ധിക്കണേ, തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത്, ഇത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു നിലപാടല്ല ജനറലി, ഇല്ലേ? സാധാരണഗതിയിൽ നമ്മൾ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്വരമായ നന്മ ഉറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് തന്നെ മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചിടത്ത് അതിലുപരിയായി ദൈവകൃപ വർദ്ധിച്ചു. റോമൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദ ഗീതത്തിൽ എക്സോൾട്ടഡ് നാം ഇങ്ങനെ ആലപിക്കുന്നു: ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് തന്നല്ലോ. റോമൻ ആരാധനാക്രമം, അതായത് നമ്മുടെ ഇവിടുത്തെ ലത്തീൻ റൈറ്റില് ഈസ്റ്റർ വിജിലില്, ഈസ്റ്റർ നൈറ്റില് ഈശോയെ ആ ഒരു ദീപമായി, അതായത് എന്താ പറയുക, ക്യാൻഡിൽ, ഈസ്റ്റർ ക്യാൻഡിലുമായിട്ട് ഇരുളടഞ്ഞ പള്ളിയിലേക്ക് വൈദികൻ ലൈറ്റ്, ദിസ് ഈസ് ദ ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രകാശമായിട്ട് കൊണ്ടുവരുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് എല്ലാവരും മെഴുകുതിരി കത്തിച്ച് മുഴുവൻ പള്ളിയും പ്രകാശമാവും. ആ സമയത്ത് വൈദികൻ വരുമ്പോൾ പാടുന്ന ഒരു ലിറ്റർജിക്കൽ ഹിമാണ് എക്സോൾട്ടഡ് എന്ന് പറയുന്നത്, ആഹ്ലാദഗീതം. ഞാനതൊരു കടലാസിൽ കുറിച്ച് വെച്ചതൊന്ന് റീകളക്ട് ചെയ്യട്ടെ. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ബാധകളും, ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. എന്ന് പാടി എല്ലാവരും. ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമോ? അതാണ് ഇവിടെ പറയുന്നത്, ദ എക്സോൾട്ടഡ്. ഈ എക്സോൾട്ടഡ് വിശുദ്ധ തോമസ് അക്വീനാസിന്റെ സുമ്മ തിയോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ.
ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ. ആർക്ക് പാഠം തോന്നല്ലേ? ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. Oh, happy fault you have gained that such a great Redeemer. എന്നാണ് ഇംഗ്ലീഷ്. Oh, happy fault. Oh, happy fault. ഇപ്പൊ ചിലർക്ക് തോന്നുന്നുണ്ട് ഈ ധ്യാനത്തിന് വരണ്ടില്ലായിരുന്നു, ഇത് കേൾക്കാനാണ് വന്നത്. ചിലവരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പാപം, തിന്മ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് നന്മ ഉണ്ടാകാനെന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. പൂർവ്വ ഔസേപ്പിനെ തൻ്റെ സഹോദരന്മാർ കൊല്ലാൻ പോയി. അവനെ കൊല്ലണം, അവനെ ഇടിച്ച് കൊല്ലാൻ പോയിട്ട് ചത്തില്ല. അവനെ കുഴിയിലിറക്കി കിണറ്റിലിട്ട് അവനെ അവസാനം സ്വന്തം സഹോദരന്മാർ തൻ്റെ ഏറ്റവും ഇളയ അനുജനെ എന്ത് ചെയ്തു? ഈജിപ്തിലെ കച്ചവടക്കാർക്ക് അടിമയായിട്ട് വിറ്റു. ഇത് നല്ല കാര്യമാണോ? അല്ലല്ലോ. തിന്മയല്ലേ അവർ ചെയ്തത്? വലിയ തിന്മയല്ലേ ചെയ്തേ? അവസാനം നമുക്കറിയാം, ഈ മകൻ അവിടെ ചെന്നു. അവിടെ വീണ്ടും അവൻ വഞ്ചിക്കപ്പെടുന്നു, അവനെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് ഞാൻ അതിന് പറയണത്, അവനൊരു കൊവേന്തയിൽ വന്നു. അവനെവിടെ വന്നു? ഒരു മിണ്ടാമടത്തിൽ വന്നു, ഒരു കൊവേന്തയിലാക്കി കർത്താവ് അവനെ. ഇനി അവൻ മുകളിലോട്ട് മാത്രം നോക്കിയിരുന്നാൽ മതി. നല്ല കാര്യം. നമ്മളൊക്കെ അങ്ങനെയൊക്കെ ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ നല്ലതാ. കുറച്ച് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണോ ജയിലിൽ? എങ്ങനെയാ എനിക്കറിയില്ല. അവിടെ ഫ്രീ കിട്ടുമായിരിക്കില്ലേ ഫുഡ്? ഫ്രീ ഫുഡ്, ഓടി സുഖമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ജയിലിൽ പോകണമെന്ന് പറഞ്ഞു വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട, അവിടെ കിടക്ക് കുറച്ച് നാൾ. ഏതുപോലെ ഈ ഔസേപ്പിനെ പോലെ ഔസേപ്പ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഔസേപ്പിന് വലിയ ജ്ഞാനത്തിൻ്റെ സ്വപ്നങ്ങൾ പണ്ടേ പോലെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളാണെങ്കിലും വലിയ ദൈവവുമായിട്ടുള്ള കോണ്ടാക്ട്. അവസാനം നമുക്കറിയാം സംഭവിച്ചു. പെട്ടെന്ന് ടു കട്ട് ഷോർട്ട് ദ സ്റ്റോറി, അങ്ങനെ ഔസേപ്പിന് കിട്ടിയ ദർശനങ്ങളിലൂടെയും ഇന്റർപ്രിറ്റേഷനിലൂടെയാണ് ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച്. ഫറവോയ്ക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആളില്ലാണ്ടായപ്പോൾ ഫറവോയ്ക്ക് ന്യൂസ് കിട്ടി, ഇങ്ങനെ തടവറയിൽ ഒരു മഹാനുണ്ട്, ഒരു കൈദി എന്ന് പറഞ്ഞാൽ ഒരു തടവറ, ഒരു കുറ്റവാളി, അവന് ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട്. പ്രമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. കണ്ടോ, ഇപ്പം അവൻ എന്ത് പ്രമോഷൻ കിട്ടി? രാവിലെ തടവറയിലിരുന്ന ആള് വൈകുന്നേരം പ്രൈം മിനിസ്റ്ററായി. തടവറയിൽ നിന്ന് ഇവനെ കൊണ്ടുവന്നു രാജാവിൻ്റെ മുമ്പിൽ നിർത്തി. രാജാവ് കാര്യമൊക്കെ നമ്മൾ സ്വപ്നം പറഞ്ഞു, ഇവൻ വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ രാജാവും അല്ലെങ്കിൽ ഫറവോയും തൻ്റെ ആളുകളെല്ലാവരെയും അതിശയിപ്പിച്ചു. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചില്ല. ഉടനെ ഫറവോ എന്ത് പറഞ്ഞു? ഈ ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മറ്റൊരാൾ ഈജിപ്തിലുണ്ടോ? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യത. ജോസഫ് ഒരു ദിവസമൊന്നുമല്ല, എത്ര വർഷം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ ജോസഫിനെ പോലെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മറ്റൊരാളെ നമുക്ക് ഈ രാജ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നു, ഈ രാജ്യത്തിൻ്റെ അധികാരിയാക്കുന്നു. രാജാവ് അല്ലെങ്കിൽ ഫറവോ തൻ്റെ മുദ്രമോതിരം ഊരിയെടുത്ത് അണിയിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രസന്റ് ടു പ്രൈം മിനിസ്റ്റർ. ഈ പ്രമോഷൻ കിട്ടണമെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും.
ഇതൊക്കെ കഴിഞ്ഞ് ഈ ഫറവോ പറഞ്ഞ ജോസഫ് പറഞ്ഞ മാതിരി ആ ക്ഷാമകാലഘട്ടത്തിൽ നേരിടാൻ വേണ്ടിയുള്ള സമൃദ്ധി കാലഘട്ടത്തിൽ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ ക്ഷാമകാലഘട്ടത്തിൽ ധാരാളം ധാന്യം. അപ്പോൾ ഇതാ വരുന്നു തൻ്റെ സഹോദരന്മാർ വിശന്ന് വലഞ്ഞ് ഒരു തരി ധാന്യമില്ലാതെ വിഷമിച്ച് ഭിക്ഷപാത്രവുമായിട്ട് വന്നിരിക്കുന്നു. ഇന്നും ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കണ്ണുനീര് പൊഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര വികാരഭരിതനാവും ഞാൻ. ജോസഫ് അവസാനം അവരോട് പറയുകയാണ്, ആ രംഗമൊന്ന് കാണുക. നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. ഇവര് ഒട്ടനെ എന്ത് വിചാരിച്ചു കാണും? കഴിഞ്ഞടാ, നമ്മുടെ കഥ കഴിഞ്ഞു, ഇനി ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കില്ല, ഇവനോടനെ തിരിച്ചടിക്കും, ഇവനിവിടുത്തെ രാജാവാണ്, ഇവൻ നമ്മളെ ഇപ്പൊ കൊന്നുകളയുന്നൊക്കെ അവൻ വിചാരിച്ചു കാണും. നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. അവരങ്ങ് അന്തം വിട്ടു. എന്തോ ഒരു അന്തം വിടലാണ്. ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ അന്തം വിട്ട ഒരവസ്ഥ. ഉടനെ ജോസഫ് പറയാണ്, ഭയപ്പെടണ്ട, നിങ്ങൾ ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് വിട്ടത്,